ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണിലേക്ക് സ്വാഗതം. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജി.വി പ്രകാശിൻ്റെ ബർത്ത്ഡേ ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതേമാതിരി ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സൂര്യ 46 എന്ന് പറഞ്ഞിടത്തിലെ ആളാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നും ബർത്ത്ഡേ ചെയ്തുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ആകാശം ലോകട്ടാര എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആൾക്ക് ബർത്ത്ഡേ ചെയ്തുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ 8 വസനിലും എന്ന് പറഞ്ഞിടത്തിൻ്റെ ട്രെയിലർ ജൂൺ 15 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ടൈമൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ വസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിടത്തിൻ്റെ റിലീസിനനുബന്ധിച്ചിട്ട് റിലീസ് ടീസറൊക്കെ പുറത്തിറക്കിയായിരുന്നു. അത് ജസ്റ്റ് പറഞ്ഞത് മാത്രം. പിന്നെ ധീരൻ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഓവർസീസ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഫാൾസ് ഫിലിംസ് എന്നുള്ള അറിയിച്ചു. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിടത്തിന്റെ കർണാടകയിലത്തെ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ കുമാർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ DNA എന്ന് പറഞ്ഞിടത്തിന്റെ ഡബിങ് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. അതർവാ അപ്പോൾ ആ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇവിടത്തിന്റെ 7 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞിടത്തിലത്തെ ദിൽ ഈ നദ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞിടത്തിലത്തെ പൊട്ടല മുട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 3 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് ബെല്ലറീന എന്ന് വെച്ചാൽ ജോൺ വിക്കിന്റെ സ്പിൻ ഓഫ് അല്ലെങ്കിൽ ജോൺ വിക്ക് 3 ന്റെ 4 ന്റെ ഇടയിൽ നടക്കുന്ന ഒരു കഥയായിട്ട് ബെല്ലറീന എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് മെയിൻ ആക്കിയിട്ട് ഇറക്കിയ പടം. അവിടുത്തെ നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ. ഇന്ത്യയുടെ ഒന്നും റിലീസില്ല. പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ സീസൺ 2 വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ട്രെയിലർ വരാൻ പോവാണ് ഇന്ന് രാവിലെ 11 മണിക്ക്. ട്രെയിലർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒന്ന് വന്നാണ്. രണ്ടാമത്തെ ട്രെയിലറാണ് വരാൻ പോകുന്നത്. പിന്നെ പ്രഭാസിന്റെ രാജാസാബ് എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫോട്ടോസ് ആയിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ കാണിക്കണം മാത്രം. എന്തായാലും 2-3 കാണിക്കുന്നുണ്ട്. പിന്നെ അഭിനവ് സുന്ദർ നായക് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞതിന് ശേഷം നെസ്ലിനെ സിറ്റി മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടായിരുന്നു. എന്തായാലും ആ പടം ഡ്രോപ്പായി പോയി. നെസ്ലിനെ ഉപേക്ഷിച്ച് എന്നുള്ള രീതിയിലൊക്കെ കുറേ വാർത്തകൾ വന്നായിരുന്നു. പക്ഷേ ഉപേക്ഷിച്ചിട്ടില്ല, തുടങ്ങുന്നുള്ള തന്നെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ വിൻദാസ് അടുത്തായിട്ട് പൃഥ്വിരാജിനെ വെച്ചിട്ട് സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞതിന്റെ കാര്യങ്ങൾക്കാണ് കിടക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സെപ്റ്റംബറിൽ ഷൂട്ട് തുടങ്ങുന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും 2026 ഏപ്രിൽ അല്ലെങ്കിൽ ആ ഒരു സമ്മർ ടൈമിലൊക്കെ ആയിട്ടായിരിക്കും പടം റിലീസ് ആകുമെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ JSK ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടം അനുപമ പരമേശ്വരനും സുരേഷ് ഗോപിയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. എന്തായാലും ഈ പടം ജൂൺ 20 റിലീസ് ഡേറ്റ് പറഞ്ഞത്. പക്ഷേ ജൂൺ 27 ആയി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ കുബേര എന്ന് പറഞ്ഞതിന്റെ പ്രീ റിലീസ് ഇവന്റ് ഇന്നലെ നടത്താൻ വെച്ചിരുന്നു. അതിന്റെ കൂടെ ട്രെയിലർ ഇറക്കാനായിട്ടായിരുന്നു ഒരു പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അഹമ്മദാബാദിൽ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാരും മരിച്ചതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മാറ്റിച്ചിട്ടുണ്ട് 15 തീയതിക്ക്. എന്തായാലും 15 6 മണിക്കാണ് ഇത് നടക്കാൻ പോകുന്നത് JRC കൺവെൻഷനിൽ വെച്ചിട്ട് ഹൈദരാബാദിൽ. എന്തായാലും ട്രെയിലർ ആ പ്രീ റിലീസ് ഇവന്റ് വരെ വെക്കണില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം 7 days to go പോസ്റ്ററിൽ ഇന്ന് പുറത്തിറക്കുന്ന രീതിയിലാണ് ഇന്നലെ പോസ്റ്റർ ആക്കിയിട്ടുള്ളത്. എന്തായാലും വരുന്നുണ്ടായിരിക്കാം. എന്തായാലും അതിന്റെ ടൈമൊന്നും അറിയിച്ചിട്ടില്ല. മിക്കവാറും ഒരു പോസ്റ്റർ കൂടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പടത്തിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് വേഫറൽ ഫിലിംസ് എന്നുള്ള രീതിയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അവർ തന്നെ ഒഫീഷ്യലായിട്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബേസിൽ ജോസഫ് അല്ലു അർജുനോട് ഒരു സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും അല്ലു അർജുന ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ സത്യാവസ്ഥ എന്നുള്ളതൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ അറ്റ്ലീനായിട്ടുള്ള പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനുള്ള ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഗൗതം വാസ്തവനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആളുടെ അടുത്ത പ്രൊജക്ട് എന്ന് വെച്ചാൽ അടുത്ത ആയിട്ട് ആൾ ഡയറക്റ്റ് ചെയ്യാൻ പോണ പടം ഇപ്പം അടുത്തുണ്ടാവില്ല മീൻസ് ധ്രുവനക്ഷത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു പടം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ കാലമായി. അതിൻ്റെ റിലീസിന് ശേഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ധ്രുവനക്ഷത്രം എന്ന് പറഞ്ഞ പടം ജൂലൈയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിട്ട് റിലീസിന് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളത്. പടം ഇറങ്ങാതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പടം റിലീസ് ആവുന്ന ടൈമിൽ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് റിലീസ് ആവുന്ന ദിവസം റീഫണ്ട് കാര്യങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസലായി പോകുക അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. പടം ഇറങ്ങിയാൽ തന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ഷെഡ്യൂൾ മൈസൂരിൽ വെച്ചിട്ട് ജൂൺ 19 അല്ലെങ്കിൽ 20 ആയിട്ട് തുടങ്ങും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. മിക്കവാറും തുടങ്ങുന്നുണ്ടായിരിക്കാം. പിന്നെ ദൃശ്യം 3 എന്ന് പറഞ്ഞതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ഒരു സൂചന ഇട്ടിട്ടുണ്ട്. ജിത്തു ജോസഫ് ഒരു സ്റ്റോറി ടെയിൽ സൈഡിലായിട്ട് ജോർജ് കുട്ടി എന്നുള്ള രീതിയിൽ എഴുതിയതായിട്ടുള്ള രീതിയിൽ കൂടെയാണ് കണ്ടുപിടിച്ചിട്ടുള്ള സംഭവം. എന്തായാലും ഈ ദൃശ്യം 3ന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സെപ്റ്റംബറിലൊക്കെ ആയിട്ടാണെന്നുള്ള കേൾക്കുന്നുണ്ട് ഈ വർഷം തന്നെ. അങ്ങനെയാണെങ്കിൽ ഗംഭീരമാവും. പിന്നെ കൈതി 2 എന്ന് പറഞ്ഞിടത്തിൽ സൂര്യ റോളക്സ് എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടാവും എന്നുള്ളത് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് വെച്ചാൽ ദില്ലി തമിഴ് റോളക്സ് അല്ലെങ്കിൽ സൂര്യ കാർത്തി ഇവർ രണ്ടാൾക്കാർ തമ്മിലുള്ള ഫേസ് ഓഫ് ഉണ്ടാവും ഈ പടത്തിൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കൂടുതലായിട്ട്. പിന്നെ കമൽഹാസന്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. കൈതി ഫസ്റ്റ് പാർട്ടാണ് എനിക്ക് ലോകേഷ് ഫിലിമോഗ്രാഫിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത്. പിന്നെ തലവതി വിജയുടെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ ജനുവരി 9 റിലീസ് ആവുന്ന പടം. അവിടത്തിൻ്റെ ഒരു ഗ്ലിംസ് 22 എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പറയാവുന്ന അതല്ല. ഈ പടത്തിലത്തെ തലവതി വിജയുടെ കഥാപാത്രം എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ കഥാപാത്രം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഈ സ്ക്രീൻ കാണിച്ചിട്ടുള്ളത് തലവതി വിജയുടെ ഒരു പുതിയ ലുക്കാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.